ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ക്ലാസ് 12 ആപ്ലിക്കേഷൻസ് ഓഫ് ഇൻ്റഗ്രൽസ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂഷൻ ആണ്. അപ്പോൾ ആ ചാപ്റ്ററിലെ തന്നെ അടുത്തൊരു ചോദ്യമാണ് നമ്മൾ ഇപ്പോൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മളുടെ ചോദ്യം ഇതാണ്: ഫൈൻഡ് ദ ഏരിയ എൻക്ലോസ്ഡ് ബിറ്റ്വീൻ ദ കർവ്സ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 4y ആൻഡ് ദ ലൈൻ എക്സ് ഇസ് ഈക്വൽ ടു 4y മൈനസ് 2. ഓക്കെ, അപ്പോൾ രണ്ട് കർവുകൾ, ഒരു കർവും ഒരു ലൈനുമാണ് നമുക്ക് തന്നിട്ടുള്ളത്. അതിൽ എക്സ് സ്ക്വയർ ഈക്വൽ ടു 4y എന്ന് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലാകും അത് അപ്വേർഡ് ഡയറക്ഷനിലുള്ള പരാബോളേനെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇത് ലൈനാണ്, അതിൻ്റെ ഇക്വേഷൻ നമുക്ക് തന്നിട്ടുള്ളത് എക്സ് ഇസ് ഈക്വൽ ടു 4y മൈനസ് 2. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ ഗ്രാഫ് ഒന്ന് വരയ്ക്കാം. നമ്മൾ എക്സ് ആക്സിസും വൈ ആക്സിസും നമ്മൾ വരച്ചു. ഇതിൽ ആദ്യം നമുക്ക് കർവ് വരയ്ക്കാം അല്ലേ, അതായത് പരാബോള എക്സ് സ്ക്വയർ ഈക്വൽ ടു 4y. അപ്പോൾ അപ്വേർഡ് ഡയറക്ഷനിലിരിക്കുന്ന പരാബോളയാണ് നമ്മുടെ ഫസ്റ്റ് കർവ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ എക്സ് സ്ക്വയർ ഈക്വൽ ടു 4y. അടുത്തത് എന്താ, എക്സ് ഇസ് ഈക്വൽ ടു 4y മൈനസ് 2 എന്ന് പറയുന്ന ലൈനാണ്. ഓക്കെ, അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 4y മൈനസ് 2 എന്ന് പറയുന്ന ലൈൻ ഇങ്ങനെയാണ് വരുന്നത്. എന്നിട്ട് ഒറിജിനൽ കൂടെ ആയിരിക്കില്ലേ അത് പാസ് ചെയ്യുന്നത്, അതായത് ഇതുവഴി ഇങ്ങനെ പാസ് ചെയ്യുമ്പോൾ ഇതിങ്ങനെയാണ് ഈ ലൈൻ പോകുന്നത്. ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മളിവിടെ എക്സിന് 0 ഇട്ട് കൊടുക്കുമ്പോൾ നമുക്കിവിടെ വൈ വാല്യൂ കിട്ടും. എക്സിന് 1 ഇട്ട് കൊടുക്കുമ്പോൾ പിന്നെ അതിൻ്റെ കറസ്പോണ്ടിങ് വൈ വാല്യൂ കിട്ടും. എക്സിന് 2 ഇട്ട് കൊടുക്കുമ്പോൾ കറസ്പോണ്ടിങ് വൈ വാല്യൂ കിട്ടും. അങ്ങനെയാണ് നമ്മളിത് ഈ ലൈൻ വരച്ചെടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ഇക്വേഷൻസ്, അതായത് ഇതുപോലത്തെ ഇക്വേഷൻസ് ഒക്കെ വരുമ്പോൾ, ഇപ്പോൾ വൈ ഈക്വൽ ടു എക്സ്, വൈ ഈക്വൽ ടു 2x എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഒറിജിനലിൽ കൂടെ പാസ് ചെയ്യുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാകും. പക്ഷേ ഈ കേസിലൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് പോയിന്റ്സ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇതാണ് ലൈൻ, ഇപ്പോൾ ഞാൻ പറഞ്ഞതുകൊണ്ട് ഇതാണ് ലൈൻ എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അല്ലാത്ത കേസിൽ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാകും? അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതിൻ്റെ പോയിന്റ് കണ്ടുപിടിക്കണമെന്ന് പറയുന്നത്. അപ്പം എക്സ് ഇസ് ഈക്വൽ ടു 4y മൈനസ് 2 ഇതാണ് നമ്മളുടെ ഇക്വേഷൻ. അപ്പോൾ ഞാൻ ആദ്യം എക്സിന് 0 ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്ത് വരും? 0 ഇസ് ഈക്വൽ ടു 4y മൈനസ് 2. മൈനസ് 2 അപ്പുറത്തേക്ക് പോകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 4y ഈക്വൽ ടു 2 എന്ന് കിട്ടും. അതിൽ നിന്ന് വൈയുടെ വാല്യൂ എന്ത് കിട്ടി? 2 എന്ന് കിട്ടി അല്ലേ? വൈയുടെ വാല്യൂ 2 അല്ലല്ലോ, 2/4 1/2. ഓക്കെ, 1/2 എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ 0 എടുത്തപ്പോഴത്തേക്കും വൈ വാല്യൂ എന്ത് വന്നു? 1/2 എന്ന് വന്നു. ഓക്കെ, അതുപോലെ തന്നെ എന്താണ്, എക്സിന് ഞാൻ 1 ഇട്ട് കൊടുക്കും. അപ്പോൾ 1 ഇസ് ഈക്വൽ ടു 4y മൈനസ് 2. 1 ഇസ് ഈക്വൽ ടു, അല്ലെങ്കിൽ മൈനസ് 2 ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്ത് വരും? 1 പ്ലസ് 2 ഈക്വൽ ടു 4y. അപ്പോൾ എന്ത് വന്നു? 4y ഈക്വൽ ടു 3, y ഈക്വൽ ടു 3/4. കണ്ടോ? അപ്പോൾ എക്സിന് നമ്മൾ 1 എടുത്തപ്പോൾ വൈ വാല്യൂ കറസ്പോണ്ടിങ് എന്ത് കിട്ടി? 3/4 കിട്ടി. ഇങ്ങനത്തെ പോയിന്റ്സ് കണ്ടുപിടിച്ച് നമ്മൾ ഇതിൽ പ്ലോട്ട് ചെയ്ത് ജോയിൻ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ലൈൻ കിട്ടുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മളുടെ എന്താണ്, എക്സ് സ്ക്വയർ ഈക്വൽ ടു 4y എന്ന് പറയുന്ന കർവും വരച്ചു. അതുപോലെ തന്നെ എക്സ് ഇസ് ഈക്വൽ ടു 4y മൈനസ് 2 എന്ന് പറയുന്ന ലൈനും വരച്ചു. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേരുമ്പം ഫോം ചെയ്യുന്ന റീജിയൻ എന്ന് പറയുന്നത് ഇതല്ലേ? കണ്ടോ? ഇത്രയത്തിൻ്റെ ഏരിയയാണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പം രണ്ട് കർവുകളാണ് y1 ഉം y2 ഉം. അപ്പോൾ നമ്മളുടെ റിസൾട്ട് 3 അതാണ് നമ്മളിവിടെ ഉപയോഗിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ തന്നിട്ടുള്ള കർവുകളൊക്കെ ഒന്ന് എടുത്തെഴുതാം. ആദ്യം എക്സ് സ്ക്വയർ ഈക്വൽ ടു 4y. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? വൈക്ക് ഒരു ഇക്വേഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ 4നെ നേരെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പം y ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ബൈ 4 എന്ന് കിട്ടും. ഇതിനെ നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. ഓക്കെ, അടുത്ത നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്? എക്സ് ഇസ് ഈക്വൽ ടു 4y മൈനസ് 2 എന്ന് പറയുന്ന ലൈനാണ്. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് വൈക്ക് ഒരു വാല്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ 2നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ 4y ഈക്വൽ ടു എക്സ് പ്ലസ് 2 എന്ന് വരും. വൈ കണ്ടുപിടിക്കാനായിട്ട് 4നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ y ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 2/4 എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് നമ്മളുടെ ഇക്വേഷൻ നമ്പർ 2 എന്നുള്ളത്. അപ്പോൾ ഇതിനെ y1 ആയിട്ടും ഇതിനെ y2 ആയിട്ടും നമുക്ക് എടുക്കാം. ഇനി ചെയ്യുന്നത് നമുക്ക് ഇതിനെ ലിമിറ്റ് പോയിന്റ്സ് കണ്ടുപിടിക്കണ്ടേ. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത് ഈ y വാല്യൂ y ഈക്വൽ ടു എക്സ് സ്ക്വയർ ബൈ 4 എന്ന് പറയുന്നത് നമ്മളിത് ഇതിനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുക. അതായത് സബ്സ്റ്റിറ്റ്യൂട്ട് 1 in 2, അതായത് ഇക്വേഷൻ നമ്പർ 1 2നകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുക. സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേഷൻ നമ്പർ 1 in 2. അതായത് നമ്മൾ ഇവിടെ കണ്ടുപിടിച്ച y വാല്യൂ y ഈക്വൽ ടു എക്സ് സ്ക്വയർ ബൈ 4 എന്നുള്ളത് ഇവിടെ ഇട്ട് കൊടുക്കും. അപ്പോൾ എന്തായിരിക്കും വരുന്നത്? എക്സ് സ്ക്വയർ ബൈ 4 ഈക്വൽ ടു എക്സ് പ്ലസ് 2/4 എന്ന് വരും. ഓക്കെ അല്ലേ? അപ്പോൾ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന ഈ രണ്ട് 4ഉം ക്യാൻസലായി പോകും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സ് സ്ക്വയർ ഈക്വൽ ടു എക്സ് പ്ലസ് 2 എന്ന് വന്നു. അപ്പോൾ ഇതിനെ നമ്മളൊരു ഇക്വേഷൻ ഫോമിലോട്ട് മാറ്റുമ്പോൾ ഈ എക്സിനെയും നമ്മൾ ഇപ്പുറത്തോട്ട് എടുക്കും, ഈ 2വിനെയും നമ്മൾ ഇപ്പുറത്തോട്ട് എടുക്കും. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 2 ഈക്വൽ ടു 0 എന്ന് വരും. ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2 ഈക്വൽ ടു 0 എന്ന് വരും. എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് മൈനസ് 2 ആണ്. എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് മൈനസ് 2 അല്ലേ? ഇതൊന്നെങ്കിൽ നമുക്ക് മറ്റേ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത് പോലെ സോൾവ് ചെയ്യാം. അല്ലെങ്കിൽ എന്താ നമുക്ക് വേണ്ടത്? ഇത് സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണ്? അതായത് രണ്ട് നമ്പേഴ്സ് നമ്മൾ എടുക്കും, അത് ആഡ് ചെയ്യുമ്പോൾ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആയ -1 കിട്ടണം, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -2 കിട്ടണം. അപ്പോൾ എന്താ, -2ഉം
1 എടുത്തെങ്കിലല്ലേ നമുക്കത് സാറ്റിസ്ഫൈ ഉള്ളൂ. -2 + 1 -1 കിട്ടും. അപ്പോൾ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആയി -2 × 1 -2 തന്നെ വരും അല്ലേ. അപ്പോൾ അങ്ങനെയാണ് എക്സ് +1ഉം എക്സ് -2ഉം ആകുന്നത്. ഓക്കെ, പിന്നെ ഇതിൽ നിന്ന് എക്സ് വാല്യൂ കണ്ടുപിടിക്കാൻ സുഖമല്ലേ. ഒന്നെങ്കിൽ എന്താ, ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്കിവിടെ 0 വരുന്നത്. അപ്പോൾ ഒന്നെങ്കിൽ എക്സ് +1 = 0 ആയിരിക്കും, അല്ലെങ്കിൽ എക്സ് -2 = 0 ആയിരിക്കും. അപ്പോൾ ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ +1 ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്താവും, എക്സ് -1, ഇവിടെ -2 ഇപ്പുറത്തേക്ക് വരുമ്പോൾ എക്സ് =2. അപ്പോൾ നമുക്ക് രണ്ട് വാല്യൂസ് കിട്ടി, -1ഉം 2ഉം. ഇതായിരിക്കും നമ്മുടെ ലിമിറ്റ് പോയിന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ഏരിയ കണ്ടുപിടിക്കാം. അപ്പോൾ റിക്വയർഡ് ഏരിയ ഈക്വൽ ടു ഏരിയ ഓഫ് ദി ഷെയ്ഡഡ് റീജിയൻ. ഏരിയ ഓഫ് ദി ഷെയ്ഡഡ് റീജിയൻ അപ്പോൾ എന്തായിരിക്കും വരുന്നത്, വിച്ച് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ -1 to 2 അല്ലേ, y1 - y2 dx. രണ്ട് കർവുകൾക്കിടയിലായതുകൊണ്ട് നമ്മൾ റിസൾട്ട് 3 ആണ് അവിടെ ഉപയോഗിക്കുന്നത്. വിച്ച് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ -1 to 2. നമ്മൾ y1 എന്ന് പറയുന്ന ആരെ എടുത്തിരിക്കുന്നത്, x+2/4 - x²/4 എന്ന് വരും. ഓക്കെ, x+2/4 - x²/4 dx. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഈ ഇൻ്റഗ്രലിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം അല്ലേ. അപ്പോൾ എന്തായിരിക്കും വരുന്നത്, വിച്ച് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ -1 to 2 x+2/4 dx മൈനസ് ഇൻ്റഗ്രൽ -1 to 2 x²/4 dx. ഓക്കെ, ഇനി നോക്കിക്കേ, ഈ രണ്ട് കേസിലും ഒരു 1/4 കോമൺ ഇല്ലേ. അപ്പോൾ അത് രണ്ടും നമുക്ക് ഇൻ്റഗ്രലിൻ്റെ വെളിയിലേക്ക് ഇടാം. അപ്പോൾ എന്ത് വരും, 1/4 × ഇൻ്റഗ്രൽ -1 to 2 x+2 dx മൈനസ് ഇവിടുത്തെ 1/4 പുറത്തേക്ക് എടുക്കുമ്പോൾ 1/4 × ഇൻ്റഗ്രൽ -1 to 2 x² dx എന്ന് വരും. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു, ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്യാം. 1/4 × എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്താണ്, x²/2 പ്ലസ് 2ൻ്റെ ഇൻ്റഗ്രൽ 2x. ഇൻ്റഗ്രൽ കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ ആ ലിമിറ്റ് അങ്ങനെ തന്നെ എഴുതണം. മൈനസ് 1/4 × ഇവിടെ x² ഇൻ്റഗ്രൽ എന്ത് വരും, x⁻³ ലിമിറ്റ് എഴുതി -1 to 2. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ എന്താ, നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യും അല്ലേ, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. ആദ്യം നമുക്ക് അപ്പർ ലിമിറ്റ് ഇട്ട് കൊടുക്കാം, പിന്നെ ലോവർ ലിമിറ്റ്. ഓക്കെ, അപ്പോൾ എന്ത് വരും, വിച്ച് ഇസ് ഈക്വൽ ടു 1/4 × അപ്പർ ലിമിറ്റ് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് അപ്പർ ലിമിറ്റ് എന്താ ആദ്യം 2. അപ്പോൾ 2²/2 പ്ലസ് 2 × 2 2²/2 പ്ലസ് 2 × 2 അപ്പർ ലിമിറ്റ് ഇട്ടേ, ഇതിനെ നമ്മളൊരു ചെറിയ ബ്രാക്കറ്റിൽ ഇട്ടേക്കാം. മൈനസ്, ഇനി ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത് എന്താ, നമുക്കിവിടെ -1 അല്ലേ. അപ്പോൾ -1²/2 പ്ലസ് 2 × -1 -1²/2 പ്ലസ് 2 × -1. ലോവർ ലിമിറ്റ് നമ്മളിവിടെ അപ്ലൈ ചെയ്തു. ഇനി അടുത്ത ഏതാ, -1/4 × ഇവിടെ അപ്പർ ലിമിറ്റ് ആരാ, 2 ആണ്. അപ്പോൾ 2³/3 മൈനസ് -1³/3 എന്ന് വരും. 2³/3 മൈനസ് -1³/3. ഇപ്പോൾ രണ്ട് കേസിലും നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്തു. ഇറ്റ് ഇസ് ഈക്വൽ ടു 1/4 × 2² എന്ന് പറയുന്നത് 4/2 എത്രയാ, 2 പ്ലസ് ഇവിടെ 2 × 2 4 തന്നെ. ഓക്കെ, മൈനസ് ഈ കേസിൽ -1ൻ്റെ സ്ക്വയർ 1 ആണ്. അപ്പോൾ അത് 1/2. 2 × -1 എന്ന് പറയുന്നത് -2. ഓക്കെ, മൈനസ് 1/4 × ഇവിടെ 2³ എന്ന് പറയുന്നത് 8, 8/3 മൈനസ് ഇവിടെ -1³ എന്ന് പറയുന്നത് എന്താ, -1 തന്നെ. അപ്പോൾ -1/3 എന്ന് വരും. ഓക്കെ അല്ലേ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ എന്ത് വരും, 1/4 × ഇവിടെ 4 + 2 എന്ന് പറയുന്നത് 6 ആകും. ഈ മൈനസിന് ശേഷമുള്ള ബ്രാക്കറ്റ് നമുക്ക് ഓപ്പൺ ചെയ്യാം. അപ്പം ഈ ബ്രാക്കറ്റിനകത്തുള്ള എല്ലാ ടേംസിൻ്റെയും സൈൻ ചേഞ്ച് ചെയ്യും. അപ്പോൾ ഇതെന്തായി മാറും, -1/2 + 2 എന്നായിട്ടത് മാറും. ഓക്കെ, -1/4 × 8/3 ഈ മൈനസും എന്താകും, പ്ലസ് ആകും, 1/3. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു 1/4 × ഇവിടെ ഈ 6ഉം ഈ 2ഉം കൂടെ ആഡ് ചെയ്യാലോ. അപ്പോൾ എന്ത് വരും, 6 + 2 is 8. അപ്പോൾ 8 -1/2 -1/4 × ഇവിടെ എന്താ വരുന്നത്, ഇവിടെ ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് നമുക്ക് ന്യൂമറേറ്ററിനെ ആഡ് ചെയ്യാം. അപ്പോൾ 8 + 1 എന്ന് പറയുന്നത് 9, 9/3 എന്ന് വരും. ഇവിടെ 9/3 എന്ന് വന്നു. ഇത്ര ഓക്കെ അല്ലേ. ഓക്കെ, അപ്പോൾ 9/3 എന്ന് പറയുന്നത് എന്താ, 3 അല്ലേ. അപ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു 1/4 × അതിൻ്റെ നമുക്കൊരു സ്റ്റെപ്പ് നമുക്ക്
അഡ്വാൻസ് ആയിട്ട് ചെയ്തേക്കാം. ഇവിടെ നോക്കിക്കേ, ഈ രണ്ട് സൈഡിൽ ഓരോ 1/4 കോമൺ ഇല്ലേ, അതിന് കോമൺ ആയിട്ട് നമുക്ക് വെളിയിലേക്ക് എടുക്കാം. അപ്പോൾ എന്ത് വരും? 1/4 ഇൻറ്റു, പിന്നെ ഇത് ഈ ടേംസ് എല്ലാം ഒറ്റയടിക്ക് ബ്രാക്കറ്റിൽ എഴുതിയാൽ മതി. 8 മൈനസ് 1/2, ഈ 9/3 എന്ന് പറയുന്നത് എന്ത് വരും? -3 എന്ന് വരും. ഈ മൈനസ് ആട്ടോ ഇത്, -3 എന്ന് വന്നു. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു 1/4 ഇൻറ്റു 8 മൈനസ് 3 ഇസ് 5. 5 മൈനസ് 1/2 എന്ന് വന്നു, വിച്ച് ഇസ് ഈക്വൽ ടു 1/4 ഇൻറ്റു, ഇതിനൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 5 ഇൻറ്റു 2 ഇസ് 10 മൈനസ് 1/2 which is equal to എന്ത് വരും? 1/4 ഇൻറ്റു 9/2 എന്ന് വരും, which is equal to 9 ഇൻറ്റു 1 9/4 ഇൻറ്റു 2 8. കണ്ടോ, 9/8 സ്ക്വയർ യൂണിറ്റ്സ് എന്നാണ് നമ്മളുടെ അത്രയും പോർഷൻ്റെ ഏരിയ നമുക്ക് കിട്ടുന്നത്. ഓക്കെ അല്ലേ? കുറച്ച് ലെങ്തി ആയിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകും. അത് നമ്മൾ ആ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ഒക്കെ അപ്ലൈ ചെയ്യുന്നത് കൊണ്ടാണ്. രണ്ട് കേസിൽ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യണമല്ലോ. അതുകൊണ്ടാണ് ഇച്ചിരി ലെങ്തി ആയിട്ട് തോന്നുന്നത്, അല്ലാതെ പാടുള്ള ക്വസ്റ്റ്യൻ ഒന്നുമല്ല. നല്ല രീതിയിലൊന്ന് എഴുതി പഠിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്തൊരു പ്രോബ്ലം ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത ചോദ്യമാണിത്. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദി റീജിയൻ എൻക്ലോസ്ഡ് ബൈ ദ പരാബോള x² = y ആൻഡ് y = x+2. അപ്പോൾ നമുക്കിവിടെ ഒരു പരാബോളയുടെ ഇക്വേഷനും ഒരു ലൈനിൻ്റെ ഇക്വേഷനുമാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് വരച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ x ആക്സിസും y ആക്സിസും ആണിത്. ഓക്കെ, ദിസ് ഇസ് ദ x ആക്സിസ് ആൻഡ് ദിസ് ഇസ് ദ y ആക്സിസ്. അപ്പോൾ x² = y എന്ന് പറയുന്നത് ഒരു പരാബോളയാണ്. അപ്പോൾ നമുക്കതറിയാം, അപ്വേർഡ് ഡയറക്ഷനിലുള്ള പരാബോളയാണ് നമ്മുടെ x² = y എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ x² = y ആൻഡ് y = x+2 എന്ന് പറയുന്നത് ഒരു ലൈനാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ തൊട്ട് മുന്നത്തെ പ്രോബ്ലത്തിൽ ചെയ്തതുപോലെ തന്നെയാണ് ഈ ലൈനും വരുന്നത്. ഓക്കെ, ഇത് ഒറിജിനൽ കൂടെ പാസ് ചെയ്യില്ല. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ y = x+2 എന്ന് പറയുന്ന ലൈൻ. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടിമുട്ടുമ്പോഴത്തേക്കും ഫോം ചെയ്യുന്ന റീജിയൻ ഇതാണ്. അപ്പോൾ ഇതിൻ്റെ ഏരിയയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യം നമുക്ക് എന്ത് ചെയ്യണം? ലിമിറ്റ് പോയിന്റ്സ് കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നിട്ടുള്ള രണ്ട് ഇക്വേഷൻസ് നമുക്കൊന്ന് എടുത്തെഴുതാം. ഏതൊക്കെയാണ് തന്നിട്ടുള്ളത്? ഒന്ന് x² = y, ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കാം. പിന്നെ തന്നിട്ടുള്ളത് y = x+2, ഇതിന് ഇക്വേഷൻ നമ്പർ 2 എന്നും വിളിക്കാം. ഓക്കെ, ഇനി ഇക്വേഷൻ നമ്പർ 1നെ നമുക്ക് 2-നകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേഷൻ നമ്പർ 1 ഇൻ ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ y = x² എന്നുള്ളത് നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാൻ പോകും. അപ്പോൾ എന്ത് വരും? x² = x+2 എന്ന് പറഞ്ഞ് വരും. ഈ എക്സിനെയും ഈ 2നെയും നമ്മൾ ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ x² - x - 2 = 0. തൊട്ട് മുന്നത്തെ പ്രോബ്ലത്തിൽ ചെയ്തതുപോലെ തന്നെ ഇതിൻ്റെ സൊല്യൂഷൻ എന്ത് വരും? x+1 ഇൻറ്റു x - 2 = 0. എങ്ങനെയാണ്? നമ്മൾ രണ്ട് നമ്പേഴ്സ് ചൂസ് ചെയ്യുമ്പോഴത്തേക്കും അത് ആഡ് ചെയ്യുമ്പോൾ -1ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -2 നമുക്ക് കിട്ടണം. അങ്ങനെയുള്ള രണ്ട് നമ്പേഴ്സാണിത്. ഓക്കെ, അപ്പോൾ x+1 ഇൻറ്റു x+2 ആണ് നമുക്കിവിടെ 0 വന്നത്. അങ്ങനെയാണെങ്കിൽ ഒന്നെങ്കിൽ x+1 = 0 ആയിരിക്കും, അല്ലെങ്കിൽ x - 2 = 0 ആയിരിക്കും. ഇതാണ് 0 എങ്കിൽ എന്താണ്? എക്സിൻ്റെ വാല്യൂ അവിടെ -1 ഇപ്പുറത്തേക്ക് വരുമ്പോൾ +1 ഇപ്പുറത്തേക്ക് വരുമ്പോൾ -1 ആകും. ഈ കേസിലോ -2 ഇപ്പുറത്തേക്ക് വരുമ്പോൾ x = 2 എന്നും കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ ലിമിറ്റ് പോയിന്റ്സ് നമുക്കിവിടെ കിട്ടി. ഇനി നമുക്ക് ഏരിയ കണ്ടുപിടിക്കാം. അപ്പോൾ റിക്വയർഡ് ഏരിയ area of the shaded region. ഓക്കെ, അപ്പോൾ നമ്മുടെ ലിമിറ്റൊക്കെ ഇടുമ്പോഴത്തേക്കും ഇൻറ്റഗ്രൽ -1 to 2 അല്ലേ? അപ്പോൾ ഇവിടെ രണ്ട് കർവുകളുടെ ഇടയിലുള്ള പോർഷൻ ആയതുകൊണ്ട് നമ്മൾ റിസൾട്ട് 3 ആണ് യൂസ് ചെയ്യുന്നത്. ഇതാ y1 - y2 dx. ഓക്കെ, ഇതിൽ y1 എന്താ? നമുക്ക് x+2 ആയിട്ടും y2നെ x² ആയിട്ടും എടുക്കാം. ഓക്കെ, ഇത് y1ഉം ഇത് y2 ആയിട്ട് എടുക്കുമ്പോഴത്തേക്ക് എന്ത് വരും? വിച്ച് ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ -1 to 2 x+2 - x² dx എന്ന് വരും. ഓക്കെ, x+2 എന്ന് പറയുന്നതാണ് നമ്മുടെ y1, x² എന്ന് പറയുന്നതാണ് y2. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. അപ്പോൾ എന്ത് വരും? ഇൻറ്റഗ്രൽ -1 to 2 x+2 dx മൈനസ് ഇൻറ്റഗ്രൽ -1 to 2 x² dx. ഇൻ്റഗ്രൽ ഇത് ലിമിറ്റ് ഡയറക്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്ത് ലിമിറ്റ് അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ. അങ്ങനെ ചെയ്യാൻ പറ്റാത്തവർ എന്ത് ചെയ്യാം? ഇതിനൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? എക്സിൻ്റെ ഇൻ്റഗ്രൽ x²/2 പ്ലസ് 2ൻ്റെ ഇൻ്റഗ്രൽ 2x. ഇൻ്റഗ്രൽ എടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? ആ ലിമിറ്റ് അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കണം. -1 to 2 മൈനസ് x² ഇൻ്റഗ്രൽ എന്താണ്? x³/3. ഇവിടെ നമ്മൾ ലിമിറ്റ് ഇട്ട് കൊടുക്കുന്നു -1 to 2. അടുത്ത സ്റ്റെപ്പിൽ എന്താ? അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് അല്ലേ? അപ്പോൾ ആദ്യം നമുക്ക് ഈ കേസിൽ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം 2 ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരുന്നത്? വിച്ച് ഇസ് ഈക്വൽ ടു ബ്രാക്കറ്റിനകത്ത് എന്ത് വരും? 2²/2 പ്ലസ്
2 ഇൻറ്റു 2 അപ്പർ ലിമിറ്റ് നമ്മൾ ഇട്ടു മൈനസ് ലോവർ ലിമിറ്റ് എന്താ -1 അല്ലേ അപ്പം -1² / 2 പ്ലസ് 2 ഇൻറ്റു -1 ലോവർ ലിമിറ്റ് നമ്മൾ ഇട്ടു മൈനസ് ഇനി ഇതിനകത്ത് നമ്മൾ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ഇട്ട് കൊടുക്കാൻ പോകും അപ്പോൾ എന്ത് വരും 2³ / 3 -1³ / 3 എന്നാകും അപ്പോൾ എന്താ വരുന്നത് 2³ / 3 -1³ / 3 ഓക്കെ വിച്ച് ഇസ് ഈക്വൽ ടു എന്താ വരുന്നത് 2² എന്ന് പറയുന്നത് 4 ആണ് 4/2 ഇസ് 2 പ്ലസ് 2 ഇൻറ്റു 2 എന്ന് പറയുന്നത് 4 ആണ് മൈനസ് ഈ കേസിൽ -1² എന്ന് പറയുന്നത് 1 ആണ് 1/2 2 ഇൻറ്റു -1 ഇസ് -2 ഓക്കെ മൈനസ് 2³ എന്ന് പറയുന്നത് 8 ആണ് അപ്പോൾ 8/3 -1ൻ്റെ ക്യൂബ് എന്താ -1 തന്നെ അപ്പോൾ ആ മൈനസും ഈ മൈനസും കൂടെ ചേരുമ്പോൾ അത് പ്ലസ് ആകും പിന്നെ എന്താ ഇവിടെ ഉള്ളത് 1/3 ആയിരിക്കും ഇവിടെ ഉള്ളത് ഓക്കെ ഇനി ഇതിനെ നമുക്കൊന്ന് സോൾവ് ചെയ്തെടുക്കാം അപ്പോൾ എന്ത് വരും ജസ്റ്റ് ഈക്വൽ ടു 2 + 4 അല്ലേ ഇവിടെ 2 + 4 അല്ലെ നമുക്ക് ആദ്യം ഈ ബ്രാക്കറ്റ് കംപ്ലീറ്റ് ഒന്ന് അഴിക്കാം ഓക്കെ അപ്പോൾ 2 + 4 അങ്ങനെ തന്നെ എഴുതാം മൈനസിന് ശേഷമുള്ള ഈ ബ്രാക്കറ്റ് അടിക്കുമ്പോൾ ഇതിൻ്റെ അകത്തുള്ള എല്ലാത്തിൻ്റെയും സൈൻ ചേഞ്ച് ചെയ്യും ഓക്കെ അപ്പോൾ എന്ത് വരും 2 + 4 പിന്നെ എന്താ വരുന്നത് -1/2 + 2 എന്നായിട്ട് അത് മാറും ഓക്കെ മൈനസ് ഇപ്പുറത്ത് എന്താ ഉള്ളത് ഇവിടെ ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് നമുക്ക് ന്യൂമറേറ്ററിൽ തമ്മിൽ ആഡ് ചെയ്യാം അപ്പോൾ 8 + 1 ഇസ് 9/3 എന്ന് കിട്ടും ഓക്കെ അല്ലേ ഡൗട്ടൊന്നും ഇല്ലല്ലോ ഓക്കെ ഇനി ഇവിടെ 4 + 2 എന്ന് പറയുന്നത് 6 ആണ് 6 + 2 ഇസ് 8 അപ്പോൾ എന്ത് വരും 8 - 1/2 8 - 1/2 മൈനസ് ഇതെന്താ 3 വരും ഓക്കെ ഇതിനെ നമ്മൾ ബ്രാക്കറ്റൊക്കെ മാറ്റി എഴുതുമ്പോൾ 8 - 1/2 - 3 8 - 3 ഇസ് 5 അല്ലേ അപ്പോൾ 5 - 1/2 എന്ന് വരും 5 - 1/2 which is equal to നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5 × 2 is 10 - 1/2 which is equal to 10 - 1 is 9 9/2 സ്ക്വയർ യൂണിറ്റ്സ് എന്ന് കിട്ടും കണ്ടോ ഇതാണ് നമ്മളുടെ ആ ഒരു പോർഷൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിലെ പോലെ അത്ര ലെങ്തി അല്ല പെട്ടെന്ന് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യനിൽ ഈ കർവ് പരാബോള എക്ലിപ്സ് സർക്കിൾ ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് നമുക്ക് ഓൾറെഡി മനസ്സിലാകും അത് ഏത് ഷേപ്പാണെന്നുള്ളത് പിന്നെ ലൈൻ്റെ കേസിൽ വരുമ്പോഴാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഒറ്റയടിക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ എക്സിന് 0 ഇട്ട് കൊടുക്കുമ്പോൾ y കറസ്പോണ്ടിങ് y വാല്യൂ കിട്ടും അങ്ങനെ പോയിന്റ്സ് കണ്ടുപിടിച്ച് ജോയിൻ ചെയ്ത് വരച്ചാലും മതി ഒത്തിരി ടൈം കൺസ്യൂം ചെയ്യരുത് പെട്ടെന്ന് തന്നെ കണ്ടുപിടിച്ച് ചെയ്താൽ മതി ഓക്കെ ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്